നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമല്ല, അതിനൊരു 3-4 മാസങ്ങൾക്ക് മുൻപ് വരെയുള്ള ഒരു കാലഘട്ടം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലായിരുന്നു. കാരണം എത്രയൊക്കെ ആരോപണങ്ങൾ അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയായിക്കോട്ടെ, രക്തസാക്ഷി ഫണ്ട് തിരിമറി ആയിക്കോട്ടെ, ഖുറാനിൽ സ്വർണം കടത്തിയ ആരോപണമാകട്ടെ, സ്വപ്ന സുരേഷ് ആകട്ടെ, എന്തുമാകട്ടെ, ഒരു തകർന്ന ആരോഗ്യരംഗമാകട്ടെ, തകർന്ന വിദ്യാഭ്യാസ രംഗമാകട്ടെ, ഈ ആരോപണങ്ങളെയെല്ലാം പരസ്യ പ്രചാരണങ്ങളിലൂടെയും കോടികൾ പരസ്യത്തിനായി മുടക്കി PR വർക്കുകളിലൂടെയും മറച്ചു പിടിച്ച് അതിനെയൊക്കെ മറികടന്ന് 3-ാം വട്ടം അധികാരത്തിലെത്താം എന്നുള്ള ഒരു പൂർണ്ണമായ ആത്മവിശ്വാസം പിണറായി വിജയനും CPIM-നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ശരീരഭാഷയും രാഷ്ട്രീയ ഭാഷയും നമ്മളോട് പറഞ്ഞിരുന്നത് ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് വരെ. ഒരു 4-5 മാസങ്ങളായി ഈ ഒരു ആത്മവിശ്വാസത്തിന് പതിയെ കുറവ് വന്നു തുടങ്ങിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ ഒരു മാസം മുൻപ് വരെ തുടങ്ങി ഈ ആത്മവിശ്വാസം ഏതാണ്ട് ഒരു പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ പ്രത്യേകിച്ചും. കാരണം ഈ 3-ാം വട്ടം അധികാരത്തിലെത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും, കേരളത്തിലെ സാഹചര്യമാണ് പറയുന്നത്, കേരളത്തിലല്ലേ ഉള്ളൂ, എന്നാലും എടുത്തു പറയുകയാണ്, കേരളത്തിലെ സാഹചര്യം വെച്ച് പറയുമ്പോൾ 3-ാം വട്ടം അധികാരത്തിൽ തിരികെ എത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാളും പിണറായി വിജയൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ്. കാരണം അദ്ദേഹം തിരികെ ഒരു 72 സീറ്റുകളെങ്കിലുമായി, LDFിൻ്റെ കാര്യമാണ് പറയുന്നത്, LDFിന് 72 സീറ്റെങ്കിലും ലഭിച്ച് അധികാരത്തിലെത്തിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കുടുംബാസൂത്രണ പദ്ധതി അല്ലെങ്കിൽ കുടുംബക്ഷേമ പദ്ധതി നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് മരുമോനായി പാതയൊരുക്കുവാൻ സാധിക്കുകയുള്ളൂ, അനന്തരാവകാശിയായി മരുമോനെ വാഴിക്കുവാനുള്ള പാതയൊരുക്കുവാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം സീറ്റുകൾ കൂടുതൽ ഭൂരിപക്ഷമായി ലഭിക്കുന്നോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ശക്തി വർദ്ധിക്കും, കുറച്ചു കാലത്തേക്കെങ്കിലും. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത. അത് വ്യക്തമാണ്. അതല്ല എന്ന് ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം വസ്തുത തന്നെയാണ്, അല്ലാതെ ക്യാപ്സ്യൂളല്ല. ഇനി പിണറായി വിജയനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇവർ പരസ്യ പ്രചരണങ്ങൾ കൊണ്ടും PR വർക്കുകളിലൂടെയും മറികടക്കാമെന്ന് കരുതിയിരുന്ന എല്ലാ ആരോപണങ്ങളും ഒന്നൊന്നായി അവരെ തിരിഞ്ഞു കൊത്തി തുടങ്ങി. ജനങ്ങളുടെ മനസ്സിൽ ആ ആരോപണങ്ങളെല്ലാം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. തിരഞ്ഞെടുപ്പിനായുള്ള യഥാർത്ഥ പ്രചാരണ ഭൂമിയിലേക്ക് അവർ ഇറങ്ങിയപ്പോൾ തന്നെയുമല്ല, ഇരുമുന്നണികളും അവരുടെ എതിരാളികളായിട്ടുള്ള ഇരുമുന്നണികളും UDF ആകട്ടെ NDA ആകട്ടെ ശക്തമായ പ്രചരണം LDFിനെതിരെ നടത്തുന്നുണ്ട്. NDA UDFിനോടും LDFിനോടും ഒരേപോലെയാണ് യുദ്ധം ചെയ്യുന്നത്. അതിൽ തന്നെ അവരെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് NDAയുടെ വളർന്നു വരുന്ന ജനപ്രീതിയാണ്. അതെന്ത് തന്നെയായാലും, അവരെ ഭയപ്പെടുത്തുന്ന വസ്തുത എന്ത് തന്നെയായാലും ഒരു പരാജയ ഭീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയന്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇതിൽ വിജയത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതലുള്ളത് വിജയനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയും അത്യാവശ്യമില്ല വിജയിക്കണമെന്ന്. പ്രതിപക്ഷത്തിരുന്നാലും കുഴപ്പമില്ല, നിവൃത്തിയില്ലെങ്കിൽ പ്രതിപക്ഷത്തും ഇരിക്കാമെന്നുള്ളൊരു മനോഭാവം MV ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾ മുതൽ താഴേക്ക് അണികളിൽ വരെ ഇപ്പോൾ എത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയന് വിജയിച്ചേ തീരൂ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കുമെന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഒരു പരാജയത്തിലേക്ക് LDF കൂപ്പുകുത്തിയാൽ സഖ്യകക്ഷികൾ ഉയർത്തുന്ന കലാപങ്ങൾ വേറെ, സ്വന്തം പാർട്ടിയിൽ CPIM-ൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എതിർപ്പുകൾ ഉണ്ടാകുകയും അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് പോലും ആക്കാതെ ഒരു മൂലക്കിരുത്തുവാനുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ പാർട്ടി നേതാക്കൾ ഇപ്പോഴേ ഒരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ അടുത്ത വൃത്തങ്ങളും ഉന്നത നേതാക്കൾ തന്നെയും നമ്മളോട് പറയുന്നത്. കാരണം MA ബേബി ആയിക്കോട്ടെ, MV ഗോവിന്ദൻ ആയിക്കോട്ടെ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ്. കാരണം ഇവരാരും പൂർണ്ണ തൃപ്തിയോടെ, പ്രത്യേകിച്ച് MA ബേബിയെ പോലുള്ള വ്യക്തികൾ, MA ബേബി ഏതാണ്ട് രാഷ്ട്രീയ വനവാസം കൽപ്പിച്ച് കേരളത്തിൽ നിന്ന് നാട് കടത്തിയ പ്രമുഖനെന്നല്ല, നാട് കടത്തിയതിൽ മുൻപിൽ നിന്ന്, അല്ലെങ്കിൽ ആ പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടുകൂടിയല്ല പിണറായി വിജയൻ്റെ കീഴിൽ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി എന്നൊക്കെ ഒരു ഭംഗി വാക്കായിട്ട് പറയാമെങ്കിലും ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-നെ ഇപ്പോൾ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടിയാനായി ജീവിക്കുക എന്നുള്ളത് MA ബേബിക്ക് സന്തോഷമുള്ളൊരു കാര്യമേ അല്ല. MV ഗോവിന്ദൻ പിന്നെ കൊടുക്കൽ വാങ്ങലുകളും ചില വിലപേശലുകളുമൊക്കെ നടത്തി സ്വന്തം ഭാര്യയ്ക്ക് ഒരു സീറ്റ് സംഘടിപ്പിച്ചെടുത്തു. അവർ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതും ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണ മികവ് കാരണവും MV ഗോവിന്ദൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ശ്യാമളയുടെയും
ഒരു ധാർഷ്ട്യം കാരണം പിണറായി വിജയനിൽ നിന്ന് പകർന്നു കിട്ടിയതാണോ എന്നറിയില്ല. അതോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക്, ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് പൊതുവേ ഉള്ളൊരു എന്തെങ്കിലും മാറാ രോഗമാണോ എന്നും അറിയില്ല. ഈ ധാർഷ്ട്യം അത്തരത്തിലുള്ള പ്രക്രിയകൾ കാരണവും സ്വഭാവങ്ങൾ കാരണവും അവർ ജയിക്കുമോ എന്ന് പോലും അറിയില്ല. പാർട്ടിയിൽ കലാപക്കൊടികൾ ഉയരുന്നു. കണ്ണൂർ കുഞ്ഞികൃഷ്ണനെ പോലുള്ളവർ, ഇങ്ങ് തെക്ക് സുധാകരൻ, മറ്റ് പല പ്രമുഖ നേതാക്കളും, ടി വി ഗോവിന്ദൻ, അദ്ദേഹത്തെ പോലുള്ളവർ പാർട്ടി വിട്ടുപോയി. ഇവരെയൊക്കെ സംബന്ധിച്ച് പറയുന്നത് ഇവരൊന്നും സ്വന്തം കാര്യത്തിനായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു രൂപ പോലും ബക്കറ്റ് പിരിവിൽ നിന്ന് കൈയിട്ടെടുക്കാത്തവരായിരുന്നു എന്നാണ് കമ്മ്യൂണിസ്റ്റ് അണികൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളവർ ഒന്നും അത്തരത്തിലുള്ള നേതാക്കളല്ല. അവർക്ക് ആദ്യം സ്വന്തം കാര്യം, ആദ്യം പിണറായി വിജയൻ്റെ കാര്യം, പിന്നെ സ്വന്തം കാര്യം, പിന്നെ പാർട്ടി കാര്യം, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പാർട്ടി കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഈ കൈയിട്ട് വാരിയിട്ടില്ല എന്ന് പറഞ്ഞ നേതാക്കളുടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അവരെല്ലാം നാടിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും നാടിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ ഈ കലാപക്കൊടി ഉയർത്തിയ നേതാക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്നു. അവരുടെ സ്വന്തം കാര്യം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ. അവരിൽ ചിലരാണ്, അവരിൽ പ്രമുഖരാണ് ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, പിണറായി വിജയൻ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്ന ചില നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കാര്യസാധ്യത്തിനും അദ്ദേഹത്തിൻ്റെ റാൻമൂളികളായി നിൽക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന നേതാക്കളിൽ പലരും കലാപക്കൊടി ഉയർത്തി പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിച്ച് മറുകണ്ഠം ചാടിയിട്ടുണ്ട്. അതിൽ പി.കെ. ശശിയും പി.വി. അൻവറും എല്ലാം പ്രമുഖന്മാരുമാണ്, ശക്തന്മാരുമാണ്. പി.വി. അൻവർ ഇപ്പോൾ പിണറായി വിജയൻ്റെ മരുമകന് തന്നെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം ബേപ്പൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. പി.കെ. ശശിയുടെ ഒരു സ്വാധീനം മിക്ക മണ്ഡലങ്ങളിലും, വടക്കോട്ടുള്ള മണ്ഡലങ്ങളിലും കുറച്ചെങ്കിലും ഉണ്ടാകും. കുഞ്ഞികൃഷ്ണനെ പോലുള്ളവരും ടി വി ഗോവിന്ദനെ പോലുള്ളവരും വ്യക്തമായ സ്വാധീനം കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ ചെലുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തന്നെയുമല്ല, ജയിച്ചാലും തോറ്റാലും കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ പിടിച്ചു കുലുക്കും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ NDA ധർമ്മടത്ത് നിന്നാണ് അവരുടെ പ്രചരണം വടക്ക് ഭാഗത്ത് തുടങ്ങിയിരിക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ അവിടെ നടത്തിയൊരു ജനകീയ അദാലത്തിലൂടെ, ആ അദാലത്തിൽ സമർപ്പിക്കപ്പെട്ട 2500ഓളം പരാതികളിലൂടെ ആണ് അത്തരത്തിലുള്ളൊരു പ്രക്രിയയ്ക്ക് NDA തുടക്കം കുറിച്ചത്. ഇതെല്ലാത്തിൻ്റെയും കൂടി ഒരു സങ്കലനം, ഇതിൻ്റെ എല്ലാം ഒരു സങ്കലനം പിണറായി വിജയൻ്റെ മുൻപിൽ വലിയൊരു ഭീതിയായി നിലനിൽക്കുകയാണ്. ആ ഭീതി നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിനൊരു പതനമുണ്ടായാൽ, അദ്ദേഹത്തിൻ്റെ പതനമെന്ന് പറയുന്നത് 3ാം വട്ടം ഭരണം ലഭിക്കാതെ LDF ഒരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പതനം. പാർട്ടിയുടെ പതനവും അത്ര തന്നെയാണ്. ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ പതനം അത്ര ആഘാതമുള്ളതായിരിക്കില്ല പിണറായി വിജയന് ലഭിക്കുന്ന ആഘാതത്തോളം. പാർട്ടി പ്രതിപക്ഷത്തിരിക്കാൻ ഒരുപക്ഷെ തയ്യാറായേക്കും. പക്ഷെ പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി ഏതാണ്ടൊരു വനവാസം കൽപ്പിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ VS അച്യുതാനന്ദനെ എത്തരത്തിലാണോ അദ്ദേഹം ഒതുക്കി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കിയിരുന്നത്, അത്തരത്തിലുള്ളൊരു വനവാസം പിണറായിക്ക് കൽപ്പിക്കുവാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായിരിക്കും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി എന്നുള്ളതറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഏപ്രിൽ 9-ാം തീയതി ആ വിധി നിശ്ചയിക്കപ്പെടും. മെയ് 4-ാം തീയതി ആ വിധി പുറത്തു വരും. പൊതുജന സമക്ഷം ആ വിധി വായിക്കപ്പെടും, പ്രസ്താവിക്കപ്പെടും. എന്താകും പിണറായി വിജയൻ വിജയിക്കുമോ അതോ വിജാഗരി എണ്ണയിട്ട് കഥകടച്ച് വീട്ടിൽ തന്നെ നെടുവീർപ്പോടെ കിടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. മെയ് 4-ന് എന്തായിരിക്കും ആ വിധി എന്ന് നമുക്കറിയാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.